ഫോണിൽ നമ്മൾ ഒരുപാട് ഗെയിമുകളും ആപ്ലിക്കേഷനും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുമുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്തെന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഗെയിമുകളും ആപ്ലിക്കേഷനും ഒക്കെ നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ ഇതിൻ്റെ ഫയലുകൾ മാത്രമേ പോകുന്നുള്ളൂ. ഇത് ക്രിയേറ്റ് ചെയ്ത ഫോൾഡറുകളൊക്കെ അതേപടി നമ്മുടെ ഫോണിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാലിയായി കിടക്കുന്ന അനാവശ്യ ഫോൾഡറുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. കാരണം നമ്മുടെ ഫോണിനകത്ത് കിടക്കുന്ന ഒട്ടുമിക്ക ഫീച്ചറുകളും ആപ്ലിക്കേഷനും ഒക്കെ നമ്മുടെ മെമ്മറി റീഡ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലിയായ ഫോൾഡർ കിടക്കുമ്പോൾ ഇതിന് റീഡിങ് ടൈം കൂടും. അതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഏതൊക്കെയാണ് വേണ്ട ഫയൽ അത് നോക്കിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കാലിയായി കിടക്കുന്ന അനാവശ്യ ഫോൾഡറൊക്കെ നമ്മൾ ഫോണിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഫോണിന് നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള അനാവശ്യമായിട്ടുള്ള കാലിയായ ഫോൾഡറുകളൊക്കെ കണ്ടെത്തി ഒരുമിച്ച് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെയായിട്ട് പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ ആക്സസിനകത്തേക്കാണ് പോകുക. അതിനകത്ത് നിന്ന് ബട്ടൺ ഒന്ന് ഓൺ ചെയ്തിട്ട് പിറകിലേക്ക് വന്നാൽ നമ്മുടെ ഫോണിലെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇതുപോലെ കാണിക്കും. നിങ്ങൾക്ക് താഴെ എംപ്റ്റി ഫോൾഡർ റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെയിൻ പേജിലേക്ക് തന്നെ വരാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ ഓറഞ്ച് നിറത്തിൽ സ്കാൻ ടു ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ ഫോൾഡറും ഇത് റീഡ് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള കാലി ഫോൾഡറുകൾ, അതായത് ഫയലുള്ള ഒറിജിനൽ ഫോൾഡറൊന്നും ഇത് റിമൂവ് ചെയ്യില്ല. അനാവശ്യമായിട്ടുള്ള ഫോൾഡറുകളൊക്കെ ഇത് ഇതുപോലെ സ്കാൻ ചെയ്ത് കണ്ടെത്തും. ഇതിന് സമയം എടുക്കുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. പരസ്യങ്ങൾ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ഫോണിലുള്ള അനാവശ്യമായിട്ടുള്ള കാലി ഫോൾഡറൊക്കെ ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഏകദേശം 75ഓളം ഫോൾഡർ ഒരുമിച്ച് കളഞ്ഞിട്ടുണ്ട്. അതായത് ഇത് തന്നെ സ്കാൻ ചെയ്ത് കാലിയായിട്ടുള്ള അനാവശ്യ ഫോൾഡറുകൾ കണ്ടെത്തി റിമൂവ് ചെയ്തോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്കാൻ അടിച്ചാൽ മതി. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ഫോൾഡർ റിമൂവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഫോണിലില്ല, ഒരു ഫോൾഡർ കൂടി എനിക്ക് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഫോണിനകത്ത് കിടക്കുന്ന കാലി ഫോൾഡറുകൾ ഒരുമിച്ച് കളയുന്നത്. ഇതിലൂടെ നമുക്ക് ഫോണിന് നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ആവശ്യം കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.